നമസ്കാരം. വീടുകളിൽ വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ചില സസ്യങ്ങൾ ഏവർക്കും ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ടതായ സ്ഥാനം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് കറിവേപ്പ്. എന്നാൽ കറിവേപ്പ് പലരും വീടുകളിൽ വളർത്തുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല എന്നതാണ് വാസ്തവം. ഇതുമൂലം അത് ആ വീടിനും വീട്ടുകാർക്കും ദോഷകരമായി തീരാം. എന്നാൽ ശരിയായ രീതിയിൽ നട്ടു വളർത്തുകയാണ് എങ്കിൽ ഐശ്വര്യവും ഈ ചെടി പ്രദാനം ചെയ്യുന്നതുമാണ്. എന്നാൽ എന്താണ് ആ തെറ്റുകൾ, എന്തെല്ലാമാണ് ആ തെറ്റുകൾ എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ പരാമർശിക്കാം. ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീടുകളിൽ കടബാധ്യതകൾ വർദ്ധിക്കും. കടം നിങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിച്ചു എന്ന് വരാം. ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ധനത്തിന്റെ അധിപയായ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. അതിൽ ആദ്യത്തേതായ കാര്യം, കറിവേപ്പ് നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഒരിക്കലും വൈകുന്നേരം സമയങ്ങളിൽ, രാത്രി സമയങ്ങളിൽ ഇവ പറിക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ അത് നേരത്തെ തന്നെ, ഈ സമയത്തിന് മുൻപ് തന്നെ പറിച്ചു വയ്ക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയങ്ങളിൽ വയ്ക്കുന്നതിലൂടെ അത് ആ വീടുകൾക്ക് ദോഷമായി തീരും. പ്രത്യേകിച്ചും ഈ സമയങ്ങളിൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ കോപം വന്നു ചേരും. ചില വ്യക്തികൾ ഈ സമയങ്ങളിൽ പ്രധാനമായും കറിവേപ്പിന് വെള്ളം ഒഴിക്കുന്നവരാക്കാം. എന്നാൽ ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ദോഷകരമായി തീരും. അതിനാൽ ഒരിക്കലും ഈ സമയം നിങ്ങൾ വെള്ളം ഒഴിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിനാൽ ഈ സമയത്തിന് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പുലവാലായ്മ ഉള്ളവർ ആർത്തവ സമയം കറിവേപ്പ് തൊടുകയോ ജലം ഒഴിക്കുകയോ ചെയ്യരുത് എന്നാണ് പറയുക. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ ദുരിതങ്ങൾ ഇരട്ടിക്കും എന്നാണ് പറയുക. പ്രധാനമായും സന്തോഷം നഷ്ടമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം. ചില ആകുലതകൾ, വിഷമങ്ങൾ, പ്രതിസന്ധികൾ വന്നു ചേരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. എന്നാൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്തതായ അവസ്ഥ, ആരോ നിങ്ങളെ പിടിച്ച് കെട്ടിയതായ അവസ്ഥ വന്നു ചേരാം. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പലരും പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതിനാൽ ഈ സമയം ജലം ഒഴിക്കുകയോ അല്ലെങ്കിൽ കറിവേപ്പിനെ സ്പർശിക്കുകയോ ചെയ്യാതിരിക്കുന്നതാണ് ശുഭം. അഗ്നി, ചില വ്യക്തികൾ അഗ്നി, അതായത് പല കാര്യങ്ങളും കൂട്ടിയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടതായ വസ്തുക്കൾ കറിവേപ്പിന്റെ അടുത്തിട്ട് കത്തിക്കുന്നതാണ്. ഒരിക്കലും അഗ്നി അടുത്ത് വരാൻ പാടില്ല എന്നാണ് പറയുക. അതായത് ഈ ചെടിക്കരികിൽ ഒരിക്കലും അഗ്നി വരാൻ പാടുള്ളതല്ല. ഇപ്രകാരം വരുന്നതിലൂടെ ആ വീടുകളിൽ രോഗബാധകൾ വന്നു ചേരാം, രോഗദുരിതങ്ങൾ വന്നു ചേരാം. രോഗദുരിതങ്ങളാൽ വിഷമങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത് കുടുംബത്തിലെ എല്ലാ വ്യക്തികൾക്കും ആകണം എന്നില്ല. കുടുംബത്തിലെ ഒരു വ്യക്തിക്കാണ് എങ്കിലും ഇത്തരത്തിൽ ചില കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ, അതിനാൽ ചെലവ് വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ചില വ്യക്തികൾ എളുപ്പത്തിനായി കിണറിന്റെ സമീപം ഇത്തരത്തിൽ കറിവേപ്പ് നട്ട് വളർത്തുന്നതാണ്. ഇപ്രകാരം വളർത്തുന്നതിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അനാവശ്യമായ ചെലവുകൾ തന്നെയാണ്. ധനം നിങ്ങൾക്ക് പല വഴികളിലൂടെയും കൈകളിലേക്ക് വന്ന് ചേരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ആ പണം കൈകളിൽ ഇരിക്കാത്തതായ സാഹചര്യമാണ് ഉണ്ടാവുക. പല കാര്യങ്ങളാലും അമിതമായ ചെലവുകളാൽ നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ വിശ്വസിച്ച ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ പണം ഇൻവെസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും നൽകുകയോ അത് നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകൾ വന്നു ചേരാം. അതായത് പണം നഷ്ടപ്പെടാനുള്ള പല വഴികളും ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ആ പണം കയ്യിലിരിക്കാത്തതായ സാഹചര്യം വന്നു ചേരും.
ഇലകൾ മാത്രമായി ചിലർ ഇറുക്കിയെടുക്കുന്നതാണ്. എന്നാൽ അത് പാടില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു തണ്ടോടുകൂടി പറിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ശരിയായ രീതി. അതിനാൽ ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ഇനി മുതൽ അപ്രകാരം ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് അത്ര ശുഭകരമായ ഫലം നൽകില്ല എന്ന കാര്യവും ഓർക്കണം. പലരും മുള്ളുള്ള ചെടികൾ കറിവേപ്പിന്റെ അടുത്ത് വളർത്തുന്നതാണ്. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ അത് ശുഭകരമായി ഭവിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രധാനമായും ആ വ്യക്തികൾക്ക് പലവിധ ദുഃഖങ്ങൾ കടന്നു വരാം. ചില ദുഃഖങ്ങൾക്ക് കാരണമുണ്ടാകാം. ചില ദുഃഖങ്ങൾ ആകുലതകളാൽ എന്ത് സംഭവിക്കും എന്ന ചിന്തകളാൽ ഉടലെടുക്കുന്നതാകാം. അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾ, ജോലി, ബിസിനസ്, ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദുഃഖങ്ങൾ വർദ്ധിക്കുക, ടെൻഷൻ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചിലർ വീടിനോട് ചേർന്ന് തൊട്ടടുത്തായി എളുപ്പത്തിൽ വളർത്തുന്നവരുണ്ട്. എന്നാൽ ഇത് പാടില്ല എന്നുള്ളതാണ് വാസ്തവം. ഏവർക്കും വലിയ സ്ഥല സൗകര്യം ഉണ്ടാകണം എന്നില്ല. അത്തരത്തിലുള്ള വ്യക്തികൾ ചെയ്യേണ്ടത് അതിർത്തി തിരിച്ചതിന് ശേഷം നടുക എന്നുള്ളതാണ്. ഒരിക്കലും വീടിനോട് ചേർന്ന് അതിർത്തി തിരിക്കാതെ നട്ടു വളർത്തുവാൻ പാടുള്ളതല്ല. അത് ദോഷകരമായി തീരും എന്നുള്ളതാണ് വാസ്തവം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. പ്രധാനപ്പെട്ടതായ ദിശ എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദിശയാണ്. പടിഞ്ഞാറ് ദിശ കറിവേപ്പ് വളർത്തുവാൻ ഏറ്റവും ഉത്തമമായ ദിശയായി കണക്കാക്കുന്നു. എന്നാൽ വീടിനോട് ചേർന്ന് തന്നെ പാടില്ല എന്ന കാര്യം മുൻപ് പരാമർശിച്ചതുപോലെ ഓർത്തിരിക്കുക. പലപ്പോഴും കറിവേപ്പ് അമിതമായി പൂക്കുന്നതാണ്. എന്നാൽ ഇപ്രകാരം ധാരാളമായി പൂക്കുന്നത് അത് ആ വീടിന് ശുഭകരമല്ല എന്നാണ് പറയുക. അതിനാൽ തന്നെ അത് പൂക്കാതിരിക്കുവാൻ, അതായത് പൂക്കുമ്പോൾ തന്നെ അത് ഒടിച്ച് കളയുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. പലരും അത് കാര്യമാക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ അത് ശുഭകരമല്ല. ആ വീട്ടിൽ ദുഃഖങ്ങൾ, അസുഖങ്ങൾ, രോഗബാധിതകൾ, വളരെയധികം വിഷമങ്ങൾ പ്രദാനം ചെയ്യുന്നതായ കാര്യങ്ങൾ, അത് മരണതുല്യമായ ദുഃഖങ്ങൾ തന്നെയാകാം. അത്തരത്തിൽ പല ദുഃഖങ്ങളും വന്നു ചേരുന്നതിന് കാരണമായി തീരാം. അതിനാൽ കറിവേപ്പ് പൂക്കുന്നതായ അവസരത്തിൽ തന്നെ അത് ഒടിച്ച് കളയുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് ഒടിച്ച് കളയുന്നത് ശുഭകരം തന്നെയാകുന്നു. പലപ്പോഴും അഴുക്ക് ജലം അല്ലെങ്കിൽ മലിനമായ ജലം കെട്ടിക്കിടക്കുന്നതായ സാഹചര്യം കറിവേപ്പിൻ്റെ അടുത്ത് വരാം. ഇത് ശുഭകരമല്ല എന്നാണ് പറയുക. കറിവേപ്പ് വളർത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകാം. പ്രധാനമായും പണം കയ്യിൽ നിൽക്കാത്തതായ അവസ്ഥ, പല കാര്യങ്ങൾക്കും കടം വാങ്ങി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യം, അത്തരം അവസ്ഥകളാണ് വന്നു ചേരുക. അതിനാൽ കടബാധ്യതകൾ നിങ്ങളെ പിന്തുടരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങൾക്കും കടം വാങ്ങി മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് വന്നു ചേരുക. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലർ കറിവേപ്പ് നടുകയും എന്നാൽ ആ കറിവേപ്പ് വിചാരിച്ചതുപോലെ വളരാതെ മുരടിച്ചു പോകുന്നതായ അവസ്ഥ ഉണ്ടാകുന്നതാണ്. ചിലർ അത് കാര്യമാക്കണം എന്നില്ല. ആ ചെടി അവിടെ തന്നെ നിർത്തുന്നവരാണ് പലരും. എന്നാൽ അപ്രകാരം ചെയ്യുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ അത് ശുഭകരമല്ല. അതിനാൽ ചെയ്യേണ്ടതായ കാര്യം അവ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒഴിവാക്കി വീണ്ടും അത് നട്ടു വളർത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പുതിയൊരു ചെടി നട്ടു വളർത്തുവാൻ ശ്രമിക്കണം. ഇനി ഇപ്രകാരം ചെയ്തില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. ആ വീട്ടിലേക്ക് നെഗറ്റീവായ ഊർജം പ്രവേശിക്കുന്നതിനോ അല്ലെങ്കിൽ ദുഃഖകരമായ സാഹചര്യം, വിഷമങ്ങൾ, തടസ്സങ്ങൾ, ധനസംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ കറിവേപ്പ് നിങ്ങൾ വളർത്തുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് വളർത്തുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം നൽകും. അതല്ല എങ്കിൽ ഫലം നേർ വിപരീതമായിരിക്കും.